അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട QVP പഠിതാക്കളെ, നമ്മൾ സൂറത്തുൽ അഹ്സാബ് 52 ആയത്താണ് പഠിച്ചത്. ഇനി നമ്മൾ പറഞ്ഞു, ഇത്രയും നേരം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്ത് ചില മര്യാദകൾ തങ്ങളുടെ ഭാര്യമാരോടുള്ള, അതുപോലെ തന്നെ പ്രവാചകൻ ഏതൊക്കെ ഭാര്യമാരാണ് അനുവദനീയമെന്നുള്ള ഒരുപാട് കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് പ്രവാചകൻ്റെ നേരെ പാലിക്കേണ്ട ചില മര്യാദകൾ, പ്രവാചകൻ്റെ ഭവനത്തിലേക്ക് കയറി പോകുമ്പോഴും മറ്റും അവർ പാലിക്കേണ്ട മര്യാദകളാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതിനു മുന്നേ ഈ ആയത്ത് ഇറങ്ങാനുള്ളൊരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായ ഭൃത്യനായിരുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ച സന്ദർഭം നമ്മൾ ഈ സൂറത്തിൽ തന്നെ പഠിച്ചതാണ്. അങ്ങനെ ആ വിവാഹത്തിൻ്റെ വേളയിൽ, ആ വിവാഹത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്കൊക്കെ ആയിക്കൊണ്ട് വലീമ കൊടുത്തു. സ്വഹാബികളൊക്കെ വിളിച്ചു ജനങ്ങൾക്ക് വലീമ കൊടുത്തു. ആ വിവാഹത്തിൻ്റെ വിവാഹ സദ്യ പ്രവാചകൻ ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി. ജനങ്ങളൊക്കെ അതിനുവേണ്ടി വന്നു, ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ചില ആളുകൾ പിരിഞ്ഞുപോയി, മറ്റ് ചില ആളുകൾ അവിടെ സംസാരിച്ചങ്ങനെ ഇരുന്നു. സംസാരിച്ചങ്ങനെ പ്രവാചകൻ്റെ ഭവനത്തിൽ തന്നെ ഇരിക്കുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഒരല്പം പ്രയാസമാവുകയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ആ ഒരു പ്രവാചകന് അതൊരു പ്രയാസമായിട്ടുണ്ട് എന്ന് കാണിക്കാനെന്നോണം പ്രവാചകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ഉണ്ടായത്. എന്നാൽ അത് കണ്ടപ്പോൾ ചില ആളുകൾ അവിടെ നിന്ന് പിരിഞ്ഞു പോയെങ്കിലും അല്പം ചില ആളുകൾ വീണ്ടും അവിടെ തന്നെ ഇരുന്ന് സംസാരിച്ച് സമയം കൂട്ടുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബാക്കിയുള്ള ഒരല്പം ആളുകളോട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞില്ല. അത് പ്രവാചകൻ്റെ ഒരു മാന്യതയും ലജ്ജയും കാരണം പ്രവാചകൻ എഴുന്നേറ്റ് പോകണം, എനിക്ക് പ്രയാസമായി എന്ന് പറയാൻ പ്രവാചകൻ ലജ്ജിക്കുകയുണ്ടായി. മറിച്ച് അവർ പോകുന്നതുവരെ പ്രവാചകന് കാത്തു നിൽക്കുകയും അവസാനം അവർ പോയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭവനത്തിലേക്ക് കയറിപ്പോവുകയുമാണ് ഉണ്ടായത്. ഈ ഒരു സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്ത് അവതരിക്കുന്നത്. അപ്പോൾ ഈ ആയത്ത് ആദ്യമായി അവിടെ ഉണ്ടായിരുന്ന അനസ് റളിയല്ലാഹു അൻഹുവിന് ഓതിക്കൊടുക്കുകയും പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ള ആളുകൾക്ക് ഓതിക്കൊടുക്കുകയുമാണ് ഉണ്ടായത്. അപ്പോൾ അതാണ് ഈ ആയത്തിൻ്റെ പശ്ചാത്തലം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ആയത്ത് ഒന്ന് പാരായണം ചെയ്തു നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. يا أيها الذين آمنوا لا تدخلوا بيوت النبي إلا أن يؤذن لكم إلى طعام غير ناظرين إناه ولكن إذا دعيتم فادخلوا فإذا طعمتم فانتشروا ولا مستأنسين لحديث إن ذلكم كان يؤذي النبي فيستحيي منكم والله لا يستحيي من الحق وإذا سألتموهن متاعا فاسألوهن من وراء حجاب ذلكم أطهر لقلوبكم وقلوبهن وما كان لكم أن تؤذوا رسول الله ولا أن تنكحوا أزواجه من بعده أبدا إن ذلكم كان عند الله عظيما إن تبدوا شيئا أو تخفوه فإن الله كان بكل شيء عليما. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂത്തൻ നബി, നിങ്ങൾ പ്രവാചകൻ്റെ ഭവനങ്ങളിലേക്ക് കയറി ചെല്ലരുത്. ഇവിടെ പ്രവാചകൻ്റെ ഭവനങ്ങൾ എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓരോ
ഭാര്യമാർക്കുമായി ഓരോ ഭവനങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ പ്രവാചകൻ്റെ ഭവനങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട 1-2 മര്യാദകൾ ഇതാ പഠിപ്പിക്കാൻ പോവുകയാണ്. ഇല്ലാ അയ്യു ഉദ്ദനലക്കും ഇലാ ത്വആമിൻ, ഇല്ലാ അയ്യു ഉദ്ദനലക്കും, നിങ്ങൾക്ക് അതിനനുവാദം കിട്ടിയിട്ടല്ലാതെ, ഇലാ ത്വആമിൻ, നിങ്ങളെ ഒരു സദ്യയിലേക്കോ മറ്റ് ഭക്ഷണം കഴിക്കാനൊക്കെ ക്ഷണിച്ചാൽ മാത്രമേ നിങ്ങൾ പ്രവാചകൻ്റെ ഭവനങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ മര്യാദ പ്രവാചകൻ്റെ അനുമതി കിട്ടിയിരിക്കണം, പ്രവാചകൻ ക്ഷണിച്ചിട്ടായിരിക്കണം നിങ്ങൾ അവിടെ ചെല്ലേണ്ടത് എന്നുള്ളതാണ്. ഇലാ ത്വആമിൻ എന്ന് പറഞ്ഞു, ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചാൽ എന്ന് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവിടെ സംഭവിച്ച ഒരു സംഭവത്തെ മുൻനിർത്തി പറഞ്ഞത് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് അപ്പോൾ ഭക്ഷണത്തിലല്ലാതെ ക്ഷണിച്ചാൽ പോകാൻ പറ്റില്ല എന്ന് എടുക്കാൻ പറ്റുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒന്നാമത്തെ നിബന്ധന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദത്തോടു കൂടി മാത്രമേ പ്രവാചകൻ്റെ ഭവനങ്ങളിലേക്ക് കയറി ചെല്ലാൻ പാടുള്ളൂ. രണ്ടാമത്തെ നിബന്ധന അള്ളാഹു പറയുന്നു, ഗൈറ നാദിരീന, കാത്തു നിൽക്കുന്നവരാകരുത്, ഇനാഹു, ഭക്ഷണത്തിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം പാകമാകുന്നത്, അത് വിളമ്പാൻ പാകമാകുന്നത് കാത്തിരിക്കുന്നവരായ അവസ്ഥയിൽ നിങ്ങൾ പോകരുത് എന്നുള്ളതാണ്. ഇവിടെ 2 ഉദ്ദേശങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, ഭക്ഷണം വിളമ്പാൻ റെഡിയാകുന്നത് വരെ ഇങ്ങനെ നോക്കി നിൽക്കുകയും അത് റെഡിയായാൽ ഉടനെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അടിച്ച് കയറി ചെല്ലുക എന്നുള്ളത് ഒരു മര്യാദയല്ലല്ലോ. രണ്ടാമത്തെ ഒരു ഉദ്ദേശം എന്നുള്ളത് നേരത്തെ പോവുക, ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ച്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 2 മണിക്ക് ഒരു സദ്യക്ക് ക്ഷണിക്കുകയാണെങ്കിൽ, ഒരു ഭക്ഷണത്തിനോ മറ്റോ ക്ഷണിക്കുകയാണെങ്കിൽ നേരത്തെ 1 മണിക്കും 12 മണിക്കും മുമ്പേ തന്നെ വീട്ടിലേക്ക് കയറി ചെന്ന് ഭക്ഷണം പാകമാകുന്നത് വരെ ഇങ്ങനെ കാത്തിരിക്കുക എന്നുള്ളത് ആതിഥേയനെ സംബന്ധിച്ചിടത്തോളം അല്പം പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയും നിങ്ങളാവരുത്. ഭക്ഷണം പാകമാകുന്നത് കാത്തിരിക്കുന്നൊരവസ്ഥയിൽ, നമ്മൾ 2 ഉദ്ദേശങ്ങൾ പറഞ്ഞു, ആ അവസ്ഥയിൽ നിങ്ങൾ പ്രവാചകൻ്റെ ഭവനങ്ങളിലേക്ക് കയറി ചെല്ലരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വലാക്കിൻ, എന്നാൽ പക്ഷേ, ഇദാ ദുഈതും, നിങ്ങൾ ക്ഷണിക്കപ്പെടുകയാണെങ്കിൽ ഫദ്ഖുലൂ, നിങ്ങൾ കയറി ചെന്നുകൊള്ളുക, പ്രവാചകൻ്റെ ക്ഷണം സ്വീകരിച്ചു കൊള്ളുക. ഫഇദാ ത്വഇംതും, ഇനി മൂന്നാമത്തെ മര്യാദ പറയുകയാണ്. ഒന്ന്, സമ്മതം കിട്ടണം. രണ്ടാമതായി, ഭക്ഷണം പാകമാകുന്നത് ഇങ്ങനെ കാത്തിരുന്ന് അങ്ങനെ ഒരു മര്യാദ കെട്ട ഒരു സ്വഭാവം നിങ്ങളിൽ നിന്നുണ്ടാവരുത്. ഇനി മൂന്നാമത്തെ നിബന്ധന അല്ലാഹു പറയുകയാണ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫന്തശിറൂ, പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകണം. വലാ മുസ്തഇനിസീന ലി ഹദീസിൻ, മുസ്തഇനിസീന എന്ന് പറഞ്ഞാൽ രസിച്ചിരിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ സംസാരിച്ചിങ്ങനെ രസിച്ച് ഒരുപാട് സമയം അവിടെ ഇരിക്കുക എന്നുള്ളതും ആ വീട്ടുകാരനെ സംബന്ധിച്ച്, ഇവിടെ പ്രവാചകനെ സംബന്ധിച്ച് ഒരല്പം പ്രയാസം ഉള്ളൊരു കാര്യമാണ് എന്നാണ്. അപ്പോൾ ഈ മര്യാദകളൊക്കെ എല്ലാ മനുഷ്യരോടും നമ്മുടെ സഹോദരങ്ങളോടൊക്കെ നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു പെരുമാറ്റത്തിലൂടെ പോലും പ്രവാചകന് അങ്ങനെ ഒരു ശല്യം, ഒരു പ്രയാസം നിങ്ങൾ ഉണ്ടാക്കരുത്. ഇന്നദാലിക്കും, ആ നിങ്ങൾ ചെയ്യുന്ന ആ പ്രവർത്തനം, അവിടെ നിങ്ങൾ സംസാരിച്ച് രസിച്ചിരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പ്രവാചകൻ്റെ സമ്മതമില്ലാതെ വീട്ടിലേക്ക് കയറി ചെല്ലുക എന്നുള്ളത്, അതുപോലെ തന്നെ ഭക്ഷണം, ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രധാനമായും ഹദീസ് ഇവിടെ ആയത്തിറങ്ങിയ സന്ദർഭം വെച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ നിങ്ങൾ സംസാരിച്ച് ഒരുപാട് സമയം ഇരുന്നത് എന്നുള്ളത് കാന യുഅ്ദിൻ നബി, അത് പ്രവാചകനെ വേദനപ്പെടുത്തിയിരുന്നു, പ്രയാസമാക്കുന്ന കാര്യമായിരുന്നു. ഫയസ്തഹീ മിൻകും, എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാന്യത നിമിത്തം അവിടുന്ന് നിങ്ങളോട് അത് പറയാൻ, ഇതെനിക്ക് പ്രയാസമാണ്, നിങ്ങൾ എഴുന്നേറ്റ് പോകണം എന്ന് പറയാൻ അവിടുന്ന് ലജ്ജിച്ചു. വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്, സത്യം പറയുന്നതിൽ നിന്ന് അള്ളാഹു ലജ്ജിക്കുന്നതല്ല, അള്ളാഹു കാര്യം എന്ത് തന്നെയാണെങ്കിലും അത് തുറന്നു പറയുന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു മര്യാദ പഠിപ്പിക്കുകയാണ്. പ്രവാചകനോടുള്ള മര്യാദ പഠിപ്പിച്ചു ഭവനങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ. ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പ്രവാചകൻ്റെ ഭവനത്തിൽ പോയി പ്രവാചകൻ്റെ സ്ത്രീകളോട്, പ്രവാചകൻ്റെ ഭാര്യമാരോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ പാലിക്കേണ്ട മര്യാദ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദാ സഅൽതുമൂഹുന്ന, ഇനി നിങ്ങൾ പ്രവാചക പത്നിമാരോട്, സഅൽതുമൂഹുന്ന, ആ സ്ത്രീകളോട്, പത്നിമാരോട് നിങ്ങൾ വല്ലതും ചോദിക്കുകയാണെങ്കിൽ, എന്ത് ചോദിക്കുകയാണെങ്കിൽ, മതാഅൻ എന്ന് പറഞ്ഞാൽ എന്താവശ്യത്തെയും നമുക്കവിടെ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. എന്തെങ്കിലും സാധനങ്ങളാവാം, ഭക്ഷണങ്ങളാവാം, അല്ലെങ്കിൽ ഫത്വ ചോദിക്കുന്നത് വരെ അതിൽ ഉൾപ്പെടുമെന്ന് പണ്ഡിതന്മാർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ദീനിയായ സംശയങ്ങൾ ചോദിക്കാൻ പോവുകയാണെങ്കിൽ തന്നെ ഫസ്അലൂഹുന്ന, നിങ്ങൾ ചോദിക്കണം, മിൻ വറാഇ ഹിജാബിൻ, ഒരു ഹിജാബിൻ്റെ, ഒരു മറയുടെ പിന്നിൽ നിന്നല്ലാതെ നിങ്ങൾ പ്രവാചക പത്നിമാരോട് യാതൊരാവശ്യവും ചോദിക്കരുത് എന്നുള്ളതാണ്. മിൻ വറാഇ ഹിജാബ് എന്ന് പറഞ്ഞാൽ അവിടെ ആ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവർ ധരിച്ച ആ ഒരു ഹിജാബിന്, അവരുടെ മൂടുപടത്തിന്, അവരുടെ വസ്ത്രത്തിന് പുറമെ
ഉള്ള ഒരു മറയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ഭവനങ്ങളിലും മറയുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഹിജാബിൻ്റെ ഇപ്പുറം നിന്നുകൊണ്ട് നിങ്ങൾ ചോദിക്കണം, അല്ലാതെ മുഖത്തോട് മുഖം നോക്കി കയറി ചെന്ന് അത്തരത്തിലൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുകയാണ്. ദാലിക്കും, അങ്ങനെ നിങ്ങൾ ഒരു മറക്ക് പിന്നിൽ നിന്ന് ചോദിക്കുക എന്നുള്ളതാണ് അത്വഹറു, ഏറ്റവും പരിശുദ്ധമായത്, ലി ഖുലൂബിക്കും, ചോദിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിനും, വ ഖുലൂബിഹിന്ന, ആ ഭാര്യമാരുടെ ഹൃദയത്തിനും ഏറ്റവും പരിശുദ്ധമായത്, മനസ്സിലേക്ക് മോശത്തരമായ വല്ലതും കയറി ചെല്ലുന്നതിൽ നിന്ന് ബഹുദൂരം നിൽക്കുന്നതിന് ഏറ്റവും നല്ലത് അത്തരത്തിൽ പൂർണ്ണമായ ഒരു ഹിജാബിൻ്റെ പിന്നിൽ നിന്ന് ചോദിക്കുന്നതാണ് എന്നുള്ളതാണ്. ഈ ആയത്തിനെക്കുറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വാഫഖ്തു റബ്ബി ഫി സലാസിൻ, ഞാൻ നിർദ്ദേശിച്ച മൂന്ന് കാര്യങ്ങളുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല യോജിച്ചുകൊണ്ട് ആയത്തിറക്കിയിട്ടുണ്ട്. അതായത് എൻ്റെ നിർദ്ദേശത്തിന് അനുസൃതമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയ 3 സന്ദർഭങ്ങൾ പ്രധാനമായി ഉണ്ടായിട്ടുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. അതിലൊന്നായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു എണ്ണിയത് പ്രവാചക പത്നിമാർക്കൊരു ഹിജാബ്, ഒരു പരിപൂർണമായൊരു മറ നടപ്പിലാക്കണമെന്ന ആഗ്രഹം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു. അതിനനുസൃതമായി അല്ലാഹു ആയത്തിറക്കുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് യദ്ഖുലു അലൈക്കൽ ബർറു വൽ ഫാജിർ, നല്ല മനുഷ്യന്മാരും പ്രവാചകരെ താങ്കളെ സമീപിക്കാറുണ്ട്, അതുപോലെ തന്നെ ഫാജിറുകൾ, തെമ്മാടികളായ മനസ്സിൽ രോഗമുള്ള ആളുകളും താങ്കളെ സമീപിക്കാറുണ്ട്. ഫലൗ അമർത്ത ഉമ്മഹാത്തിൽ മുഅ്മിനീന ബിൽ ഹിജാബ്, അതുകൊണ്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരോട്, താങ്കളുടെ ഭാര്യമാരോട് ഒരു ഹിജാബ് സ്വീകരിക്കാൻ താങ്കൾ കൽപ്പിച്ചിരുന്നുവെങ്കിൽ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വഹി വരാതെ നടപ്പിലാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ പ്രവർത്തിക്കാതിരിക്കുകയും ഫഅൻസലല്ലാഹു ആയത്തുൽ ഹിജാബ്, എന്നാൽ അതിൻ്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ്റെ പത്നിമാർ പരിപൂർണ ഹിജാബ് സ്വീകരിക്കണം എന്നുള്ള ആയത്ത് ഇറക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇത്തരത്തിൽ പരിപൂർണ ഹിജാബിൻ്റെ പിന്നിൽ നിന്ന് അന്യ സ്ത്രീ പുരുഷന്മാർ ഇടപെടുന്നതാണ് ഏതൊരു സ്ത്രീകളാണെങ്കിലും ഏറ്റവും അനുയോജ്യമായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ കാന ലക്കും, നിങ്ങൾക്ക് അനുവദനീയമല്ല, അൻ തുഅ്ദൂ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ റസൂലുള്ളയെ പ്രയാസപ്പെടുത്തുക, ശല്യപ്പെടുത്തുക എന്നുള്ളത് നിങ്ങൾക്ക് അനുവദനീയമല്ല. വലാ അൻ തൻകിഹു അസ്വാജഹു, പ്രവാചക പത്നിമാരെ വിവാഹം ചെയ്യുക എന്നുള്ളതും നിങ്ങൾക്ക് ഹറാമാണ്. മിൻ ബഅദിഹി അബദ, ഒരിക്കലും പ്രവാചകൻ്റെ കാലശേഷം, പ്രവാചകൻ്റെ മരണശേഷം ഉമ്മഹാത്തുൽ മുഅ്മിനീനെ, പ്രവാചക പത്നിമാരെ വിവാഹം ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് പരിപൂർണമായും ഹറാമാണ്, കാലാകാലത്തോളം ഹറാമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിയമം പറയുകയാണ്. അപ്പോൾ പ്രവാചക പത്നിമാർക്ക് അല്ലാഹുവിങ്കലുള്ള ആ മഹത്തായ സ്ഥാനത്തെ നമ്മൾ മനസ്സിലാക്കണം. ദുനിയാവിലും ആഖിറത്തിലും അവർ പ്രവാചകൻ്റെ പത്നിമാരാണ് എന്ന് അല്ലാഹു രേഖപ്പെടുത്തിയതായിരുന്നു അതിന് കാരണം. ഇന്നദാലിക്കും, അത്തരത്തിൽ ചെയ്യുക എന്നുള്ളത് എന്താണ്, ചെറിയൊരു കാര്യങ്ങളല്ലേ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. ഒന്ന് ഭവനത്തിലേക്ക് കയറി ചെല്ലുന്നത്, കുറച്ചു നേരം സംസാരിച്ചിരിക്കുന്നത്, പ്രവാചക പത്നിമാരോട് മറക്ക് പിന്നിലല്ലാതെ സംസാരിക്കുന്നതൊക്കെ ചെറിയ കാര്യമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇന്നദാലിക്കും, അക്കാര്യങ്ങളൊക്കെ കാന ഇൻദല്ലാഹി അലീമ, അള്ളാഹുവിങ്കൽ വളരെ വമ്പിച്ച ഗൗരവമുള്ള കാര്യങ്ങളാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. മുസ്ലിങ്ങളെ തന്നെ പരസ്പരം ദ്രോഹിക്കാനോ ശല്യപ്പെടുത്താനോ പാടില്ല. അപ്പോൾ അത് പ്രവാചകനെയും പ്രവാചക പത്നിമാരെയും ഒക്കെ ആകുമ്പോൾ അതിന് അള്ളാഹുവിങ്കൽ ഗൗരവം കൂടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇൻ തുബ്ദൂ ഷൈഅൻ, നിങ്ങൾ എന്തെങ്കിലും കാര്യം വെളിവാക്കുകയാണെങ്കിൽ, ഔ തുഖ്ഫൂഹു, അല്ലെങ്കിൽ നിങ്ങൾ ഗോപ്യമാക്കി നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുകയാണെങ്കിലും, ഫഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമ, നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന തോന്നലുകളും എല്ലാം അള്ളാഹു കൃത്യമായി അറിയുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ചിലപ്പോൾ നല്ല അച്ചടക്കമൊക്കെ പുറത്ത് കാണിച്ച് നല്ല മാന്യനായി നടക്കുന്നുണ്ടെങ്കിലും അയാളുടെ ഹൃദയത്തിന്, അയാളുടെ ഉദ്ദേശശുദ്ധി ഭയങ്കര മോശമായിരിക്കും. ഇനി നല്ല ഉദ്ദേശമുള്ള ആളുകൾ, നല്ല ഹൃദയവിശുദ്ധിയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള മര്യാദകൾ എന്തോ പാലിച്ചു കൊള്ളാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അള്ളാഹു പറയുകയാണ്, എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിലുള്ളതിനനുസരിച്ച് അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും എന്നുള്ളതാണ്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജാബ് സ്വീകരിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ഇനി അതിനുശേഷം ആരുടെ മുന്നിലൊക്കെ ഹിജാബ് സ്വീകരിക്കേണ്ട ആവശ്യമില്ല, അതായത് പരിപൂർണ ഹിജാബ് ആവശ്യമില്ലാത്ത ആളുകളെ അള്ളാഹു ഇവിടെ മാറ്റി നിർത്തുകയാണ്. അള്ളാഹു പറയുന്നു,
لا جناح عليهن في آبائهن ولا أبنائهن ولا أبناء إخوانهن ولا أبناء أخواتهن ولا نسائهن ولا ما ملكت أيمانهن واتقين الله إن الله كان على كل شيء شهيدا. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലാ ജുനാഹ അലൈഹിന്ന, പ്രവാചക പത്നിമാർക്ക് കുഴപ്പമില്ല, പ്രശ്നമില്ല. ഈ ഹിജാബ്, പരിപൂർണ ഹിജാബ് ഒഴിവാക്കുന്നതിൽ പ്രശ്നമില്ല. ആരുടെ മുന്നിൽ? ഫി ആബാഇഹിന്ന, അവരുടെ വാപ്പമാരുടെ മുന്നിൽ, അവരുടെ പിതാവ്, അതുപോലെ തന്നെ അതിൻ്റെ മുകളിലോട്ടുള്ള വെല്ലിപ്പ മുതൽ അങ്ങോട്ട് പിതാക്കന്മാരുടെ മുന്നിൽ. വലാ അബ്നാഇഹിന്ന, അവരുടെ മക്കളുടെ മുന്നിൽ. മക്കൾ എന്ന് പറഞ്ഞാൽ മക്കൾ, പേരമക്കളും ഒക്കെ അതിൽ പെടുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വലാ ഇഖ്വാനിഹിന്ന, അവരുടെ സഹോദരങ്ങളുടെ മുന്നിൽ. വലാ അബ്നാഇ ഇഖ്വാനിഹിന്ന, അവരുടെ സഹോദര പുത്രന്മാരുടെ മുന്നിലും അവർക്ക് പരിപൂർണ ഹിജാബിൻ്റെ ആവശ്യമില്ല. വലാ അബ്നാഇ അഖവാത്തിഹിന്ന, അവരുടെ സഹോദരി പുത്രന്മാരുടെ അടുത്തും അവർക്ക് പരിപൂർണ ഹിജാബിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ മഹ്റമാണ്. ഇപ്പോൾ നമുക്ക് ഉർവാർ റഹിമഹുല്ല ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഒരുപാട് ഹദീസുകളൊക്കെ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ഞാൻ കേട്ടു, ആയിഷ റളിയല്ലാഹു ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ എന്തോ തോന്നേണ്ട കാര്യമില്ല. ഉർവാർ റഹിമഹുല്ലയുടെ അമ്മായിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ അവരുടെ മുന്നിൽ പരിപൂർണ ഹിജാബിൻ്റെ ആവശ്യമില്ല എന്ന് അള്ളാഹു ഇവിടെ മാറ്റി നിർത്തുകയാണ്. വലാ നിസാഇഹിന്ന, അവരെ പോലെയുള്ള അവരുടെ സ്ത്രീകളുടെ മുന്നിലും. ഇവിടെ അവരെ പോലെയുള്ള സ്ത്രീകൾ, അവരിൽപ്പെട്ട സ്ത്രീകൾ എന്നുള്ളതിനെ കൊണ്ട് രണ്ട് ഉദ്ദേശമാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒന്ന്, അവരെ പോലെയുള്ള ഏതൊരു സ്ത്രീകളും, മുസ്ലിമാവട്ടെ അമുസ്ലിമാകട്ടെ, ഏതൊരു സ്ത്രീകളുടെ മുന്നിലും പരിപൂർണ ഹിജാബ് വേണ്ട എന്നുള്ളതാണ്. എന്നാൽ അമാനി മൗലവി റഹിമഹുല്ലയും മറ്റനേകം മുഫസ്സിരീങ്ങളും പറഞ്ഞത് അവരെ പോലെയുള്ള മുഅ്മിനീങ്ങളായ സ്ത്രീകളുടെ മുന്നിൽ, മുസ്ലിമീങ്ങളായ സ്ത്രീകളുടെ മുന്നിൽ മാത്രമേ പരിപൂർണ ഹിജാബ് ഒഴിവാക്കേണ്ട ആവശ്യമുള്ളൂ എന്നുള്ള തരത്തിലാണ്. മുസ്ലിങ്ങളായ കാഫിറുകളായ മറ്റ് അന്യ സ്ത്രീകളിൽ നിന്ന് പരിപൂർണ ഹിജാബ് സ്വീകരിക്കണം എന്ന തരത്തിലാണ് അമാനി മൗലവി റഹിമഹുല്ലയൊക്കെ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന് കാരണമായി പണ്ഡിതന്മാർ പറയുന്നത്, അവിശ്വാസികളാകുമ്പോൾ അവർക്ക് അന്യ സ്ത്രീകളെ സ്വന്തം ഭർത്താവിൻ്റെ മുന്നിൽ വർണ്ണിക്കാൻ പാടില്ല എന്ന നിയമമൊന്നും അവർ പാലിക്കുകയോ അവർ ആചരിക്കുകയോ ചെയ്യുകയില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഹിജാബില്ലാതെ കാണുമ്പോൾ കാണുന്ന ന്യൂനതകളും അവരുടെ സൗന്ദര്യങ്ങളൊക്കെ ചിലപ്പോൾ അവരുടെ സ്വന്തം ഭർത്താക്കന്മാർക്ക് അവർ വിവരിച്ചു കൊടുക്കാനൊക്കെ കാരണമാകും. അത്തരത്തിൽ മുസ്ലിം സ്ത്രീകളുടെ സൗന്ദര്യവും ന്യൂനതകളും ഒക്കെ മറ്റുള്ളവരുടെ അടുത്തേക്ക് എത്തുമെന്നൊക്കെയാണ് പണ്ഡിതന്മാർ അതിന് കാരണം പറഞ്ഞത്. അല്ലാഹു ആലം, അത് വളരെ ബലവത്തായ ഒരു അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. വലാമാ മലക്കത്ത് ഐമാനുഹുന്ന, അതുപോലെ തന്നെ അവരുടെ വലങ്കയെ ഉടമപ്പെടുത്തുന്ന അടിമകളുടെ മുന്നിലും അവർ പരിപൂർണ ഹിജാബ് സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. വത്തഖീൻ അല്ലാഹ്, എന്നിട്ട് അള്ളാഹു ഉമ്മഹാത്തുൽ മുഅ്മിനീനോട്, പ്രവാചക പത്നിമാരോട് പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, കാന അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും ഷഹീദ, സാക്ഷിയാണ്, എല്ലാ കാര്യങ്ങളും കണ്ടറിയുന്നവനാണ് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ്.